ഉണക്കയല വെട്ടി വെച്ചിട്ടുണ്ട്. അയലക്കുഞ്ഞ്. അതിൻ്റെ അകത്ത് ചേമ്പുംതാളിടാൻ അമ്മ പറഞ്ഞു, നല്ലതാണ്. അപ്പോഴതിന് ചേമ്പുംതാള് ഇടാന്ന് വെച്ച് എടുക്കുകയാണ്. ഭയങ്കര ഒരു അബദ്ധം പറ്റി. ഇന്നലെ വൈകിട്ട് ഒരു 8 മണി കഴിഞ്ഞ ശേഷം ഒരാൾ വിളിച്ചു പറഞ്ഞു 2 പൊതി വേണം. മിക്കവാറും കഴിഞ്ഞ ഓരോ വർഷങ്ങളിൽ കൊടുക്കുന്നത്. അവർക്ക് ഹോസ്പിറ്റലിൽ ഇരിപ്പുകാർക്കോ കൂട്ടിരിപ്പുകാർക്കോ ഒക്കെ കൊടുക്കാനായിട്ട് പൊതി വേണമെന്ന്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പൊതി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളോട് വൈകിട്ട് വിളിച്ചു പറഞ്ഞ്, അപ്പം ഞാൻ പച്ചക്കറിയൊന്നും വാങ്ങിച്ചില്ലായിരുന്നു, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ന് ചോറ് കൊടുക്കാം. രണ്ടായോ? പിന്നെ നമ്മുടെ തോരനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി സ്വല്പം കൂടെ ഒന്ന് പറ്റിയാൽ മതി. പിന്നെ ഞാൻ ചായ ഇട്ടു. ചായ തിളച്ച് ചെറുതീയിലിട്ടിട്ടാണ് ഞാൻ ബാക്കിയുള്ള പണിക്കൊക്കെ പോയത്. അപ്പോൾ ഇനിയും ചായ കുടിക്കണം. പിന്നെ അമ്മ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിക്ക് അരിഞ്ഞു തന്നു. അമ്മ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി അടുപ്പയിലിട്ടു. ഏകദേശം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയും സ്വല്പം മുളക് പൊടി കൂടി ഇട്ട് വാങ്ങിയാൽ മതി. മുളക് പൊടി ഇട്ട് ഒന്ന് മിക്സ് ആക്കണം. വെളിച്ചെണ്ണയിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കും. അങ്ങനെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി റെഡിയായി. പിന്നെ 2 മീന് വറക്കാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ 2 എണ്ണമേ ഉള്ളൂ. പൊതിക്ക് ഓരോന്ന് വീതം വെക്കാം. അതൊന്ന് വറുത്തെടുക്കാൻ പോകുന്നു. ഞാൻ നേരത്തെ ഇതിൻ്റെ ബാക്കി മീനൊക്കെ എടുത്ത് ഉപയോഗിച്ചിരുന്നേ. പിന്നെ 2 മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴേ അത് വറുത്ത് വയ്ക്കാം. അത്രേ ഉള്ളൂ. ഓരോ പൊതിക്കും ഓരോന്ന് വീതം വയ്ക്കാം. ഇല്ലാതിപ്പം നമ്മളിപ്പോൾ എന്നാ ചെയ്യാനാണ്. അങ്ങനെ ചമ്മന്തിയും അരച്ചെടുത്തു. ഇതിൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെയാണ് ചേർത്തതെന്ന് പറയാം. വറുത്ത മുളക് പൊടി, തേങ്ങ തിരുമിയത്, കറിവേപ്പില, ഇഞ്ചി, പുളി, ചുവന്നുള്ളി, ഇത്രയും ചേർത്തരച്ചതാണ് ഇത്. പച്ചക്കറികളൊന്നും വാങ്ങിച്ചില്ലായിരുന്നു ഇന്നലെ. ഞാന് രാത്രിയിലാണ് അറിഞ്ഞത്. അങ്ങനെ ഞാൻ 2 പൊതിയും കെട്ടിവെച്ചു. ഇനിയും ഒരു കവറിൽ ആക്കി ഫ്രിഡ്ജിൽ വെച്ചേച്ചാൽ മതിയെന്നാണ് പറഞ്ഞത്. അതുപോലെ ചെയ്യാം.